തൃശ്ശൂരിലെ പ്രശസ്ത സിനിമാ താരവും അതുപോലെ അനുകരണ കലയിൽ ഏറ്റവും കൂടുതൽ ഖ്യാതി നേടിയിട്ടുള്ള ആളുകളിൽ ഒരാളുമായ ജയരാജ് വാര്യർ LDF സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വിവരം CPIM നേതൃത്വം ജയരാജ് വാര്യരുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു എന്നാണ് വിവരം. കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഇദ്ദേഹം ഒരു CPI അനുഭാവിയാണോ, അദ്ദേഹത്തിനെ അടിച്ചോടെ എത്തിച്ചതാണോ, എന്താണ് വിവരം? പറയൂ. ഗുഡ് മോർണിംഗ്. SKN ഇടതുപക്ഷ അനുഭാവി തന്നെയാണ് ജയരാജ് വാര്യർ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം CPIM അതുപോലെ തന്നെ CPIയുടെ ഒക്കെ വേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ള ആൾ തന്നെയാണ്. എന്തായാലും ജയരാജ് വാര്യർ എന്ന പേരിലേക്ക് CPI നേതൃത്വങ്ങൾ എത്തുന്നു. CPIക്കാണ് ഇവിടെ സ്ഥാനാർത്ഥിയെ, തൃശ്ശൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി CPI ആണ് മത്സരിക്കുന്നത്. നിലവിലെ MLA P ബാലചന്ദ്രനെ പൂർണ്ണമായി തഴയുന്നൊരു നിലപാടാണ് CPI നേതൃത്വം ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റിലും അവരുടെ ജില്ലാ കൗൺസിൽ യോഗങ്ങളിലും ഒക്കെ തന്നെ അവർ സ്വീകരിച്ചത്. എന്തായാലും ഇവിടുന്ന് കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഉന്നതരായ CPI നേതാക്കൾ തമ്മിൽ ഇക്കാര്യത്തെക്കുറിച്ചൊരു ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം സംസ്ഥാന കൗൺസിൽ യോഗവും ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെയായിരിക്കും നടക്കുക. എന്തായാലും ജയരാജ് വാര്യരുമായി ഈ രണ്ട് നേതൃത്വങ്ങളും ചർച്ച നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. VS സുനിൽകുമാറിൻ്റെ പേര് വലിയ തോതിൽ ഉയർന്നു കേട്ടിരുന്നു. ഈ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നൊക്കെ ഉയർന്നു കേട്ടിരുന്നു. ഈ പേരും അവിടേക്ക് കൊടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ VS സുനിൽകുമാറിൻ്റെ ടേം വ്യവസ്ഥകളിൽ ചില അതൃപ്തികൾ നേതൃത്വത്തിലെ മറ്റു പലർക്കുമുണ്ട്. അതുകൊണ്ട് ജയരാജ് വാര്യർ എന്ന പേരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു പൊതുസമ്മതനായ സ്വതന്ത്രനാകുമോ, പാർട്ടി ചിഹ്നത്തിലാണോ മത്സരിക്കുക എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ജയരാജ് വാര്യരുമായി രണ്ട് നേതൃത്വങ്ങളും സംസാരിച്ചു എന്ന് തന്നെയാണ് കൃത്യമായ സോഴ്സ് നമുക്ക് വിവരങ്ങൾ നൽകുന്നത്. അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. എന്തായാലും ഇന്ന് ചേരുന്ന CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിലായിരിക്കും നിർണായകമായ തീരുമാനമുണ്ടാവുക, അന്തിമ തീരുമാനമുണ്ടാവുക. മത്സരിക്കാൻ എന്തായാലും ജയരാജ് വാര്യർക്ക് എതിർപ്പൊന്നുമില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലാണ് BJP സ്ഥാനാർത്ഥി. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഒന്നുകിൽ TV ചന്ദ്രമോഹൻ, അല്ലെങ്കിൽ ജോസഫ് ടാജറ്റ്, അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ P പ്രസാദ്, അങ്ങനെ ഒരു പേരുകളിലേക്കൊക്കെയാണ് ഇവിടെ കോൺഗ്രസ് ചർച്ച നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ജയരാജ് വാര്യർ കൂടി വന്നാൽ അങ്ങനെ ഒരു സ്റ്റാർ മണ്ഡലമായി വീണ്ടും തൃശ്ശൂർ മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.